അപ്പോൾ ഞാനിന്നൊരു ഇലക്ട്രിക് വണ്ടിയുടെ റിവ്യൂ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ അപ്പുറത്ത് ലിവയും കിടപ്പുണ്ട്. ഞങ്ങൾ ഈ വണ്ടി മേടിച്ചിട്ട് ഏകദേശം 2 വർഷമായി. ഈ വണ്ടി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായ ഏത് വണ്ടിയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നെക്സോൺ EV ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. ഈ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ഈ വീഡിയോ ലൈക്കും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടീനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വണ്ടിയെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടാറ്റയുടെ ഈ മുഴുത്ത സിമ്പലാണ്, ഭയങ്കര വലിയ സിമ്പലാണ്. പിന്നെ താഴെയുള്ള നെക്സോൺ എന്ന് പറയുന്ന ഭയങ്കര വലിയ പാഡ്ജിങ് നമുക്ക് കാണാം. സിട്രോൺ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡിക്കി തുറക്കുന്ന സ്വിച്ചാണത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവിടെ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പച്ച നമ്പർ പ്ലേറ്റ് ഇലക്ട്രിക് വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളിനി അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തന്നെ കാണാനില്ല. ഇവിടെയുള്ള പോലെ തന്നെ ലൈറ്റ്, താഴെയുള്ള റിഫ്ലക്റ്റ് 2 സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബാക്കിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വലിയ കാര്യം അഡാസ് ഫീച്ചേഴ്സൊന്നും നമുക്ക് പറയാനില്ല. ഇവിടെ സൈഡിൽ നമ്മൾ എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ തന്നെയുള്ള ഹെഡ് ലൈറ്റൊക്കെ കൂടിയുള്ള ലൈറ്റുകൾ 3 ലൈറ്റുണ്ട്, നമുക്കത് കാണാൻ സാധിക്കുന്നു. പിന്നെ അവിടെ വലിയ ഒരു ഇലക്ട്രിക് ലൈറ്റ് ഉണ്ട്. പിന്നെ ഫോഗ് ലൈറ്റ്, ഇത് ബേസ് മോഡലായതുകൊണ്ട് ഇവർ ഫോഗ് ലൈറ്റ് ഇതിനകത്ത് വെച്ചിട്ടില്ല. പിന്നെ നമുക്കപ്പുറത്ത് ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് വലിയ തരത്തിൽ വേറെ കാണാൻ സാധിക്കുന്നത് പുറകിൽ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള ടാറ്റയുടെ വലിയൊരു സിമ്പൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറെ ഒരു സാധനം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് താഴത്തെ ഗ്രില്ലാണ്. ചെറിയൊരു ഗ്രില്ലാണ്, നമ്പർ പ്ലേറ്റ് ഉള്ളത് കാരണം ചെറിയൊരു ഗ്രില്ലാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ അകത്തെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നെക്സോൺ EVയുടെ അകം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടീനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഫുൾ ചാർജ് എന്ന് വെച്ചാൽ 100% ചാർജിൽ 200 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടുന്നത്. അത് ഒരു കംഫോർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ലോങ് ഡ്രൈവൊക്കെ ഉള്ള ആളുകൾക്ക് 200 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര കംഫോർട്ടബിൾ ആയിരിക്കുകയില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് അധികം ലോങ് ഡ്രൈവുകൾ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അധികം ലോങ് ഡ്രൈവുകൾ വരാത്തത് കൊണ്ട് 200 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു സേഫ് ലെവലാണ്. അത് ഒരു ലാഭം തന്നെയാണ്. അപ്പോൾ ഈ വണ്ടി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ലാഭമാണ്. ചിലവരെ സംബന്ധിച്ച് ഇത് ലാഭമാവുകയില്ല, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പാർട്സ്, അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, AC-യുടെ വിൻഡോകൾ നമുക്ക് ഇവിടെ കാണാം. ഇതൊരു ചെറിയ സ്ക്രീനാണ്. നമ്മൾ ഓൾട്ടോ കേട്ടറിൽ കണ്ട പോലത്തെ തന്നെ ഒരു സ്ക്രീനാണ്. ഇത് ബേസ് മോഡൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ക്രീന്. പിന്നെ ഈ സ്ക്രീൻ കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്വിച്ച് കൊണ്ടാണ്. ഇങ്ങനെ കറക്കി പിന്നെ ഇവിടെ നിൽക്കി അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് പാട്ടിൻ്റെ കൺട്രോളിൻ്റെ സെറ്റപ്പാണ്. ഇതും ഒക്കെ ഈ സ്ക്രീനിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്വിച്ചുകളാണ്. ഈ ഹോം എന്ന് കാണിക്കുന്നതും സ്റ്റാർ എന്ന് കാണിക്കുന്നത് പാട്ടിൻ്റെയാണ്. പിന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതിൻ്റെ, ഇത് ഈ സ്ക്രീനിലെ ബാക്ക് സ്ക്രീനിലേക്കൊക്കെ പോകുന്ന സംഭവമാണ് ഈ കിയ. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലെ സ്വിച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ കോൾ എടുക്കാനും ശബ്ദം കൂട്ടാനും കുറയ്ക്കാനും അടുത്ത പാട്ടിടാനും ഒക്കെയുള്ള സെറ്റപ്പുകളാണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ക്രൂയിസ് കൺട്രോൾ നമുക്ക് കാണാം. ടാറ്റയുടെ സിമ്പൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ തന്നെ AC-യുടെ കാര്യങ്ങൾ, ഇവിടെ AC എക്കണോമി കിടപ്പുണ്ട്. ഇത് ഓട്ടോ ഉണ്ട്, ഓഫ് ഉണ്ട്. പിന്നെ ഈ സ്വിച്ചുകൾ എല്ലാവർക്കും അറിയാവുന്ന പോലത്തെ തന്നെ സ്വിച്ചുകളാണ്. വണ്ടിക്കകത്ത് കയറിയ എയർ വണ്ടിക്കകത്ത് തന്നെ ഇന്ന് സർക്കുലേറ്റ് ചെയ്യാനുള്ള സ്വിച്ചും, അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള എയർ അകത്തേക്ക് കയറ്റാനുള്ള സെറ്റപ്പൊക്കെ ഈ സ്വിച്ച് വഴിയാണ് നടത്തുന്നത്. നമ്മളെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്. കാലിലേക്കും മുകളിലേക്കും AC അടിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഈ സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഡിക്കി തുറക്കുന്നതിനുള്ള സ്വിച്ച്. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും ഡിഫറൻ്റായിട്ട് എനിക്ക് തോന്നിയ കാര്യം, എല്ലാവരും ഡിഫറൻ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ വണ്ടിക്ക് എനിക്ക് ഏറ്റവും തോന്നിയ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ഒരു ചീത്ത ഒരു ഫീച്ചറാണ് ഈ ഒരു ഗിയർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, ഇത് സ്പോർട്സ് മോഡാണ്.
പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വരുന്നപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ഡ്രൈവേ കിടക്കുന്നത് നേരെ ന്യൂട്രലിലേക്ക് ആക്കണമെങ്കിലും ന്യൂട്രലിൽ നിന്ന് കിടക്കുന്നത് നേരെ റിവേഴ്സിലേക്ക് ആക്കണമെങ്കിലും അതൊക്കെ വളരെയധികം ഒരു കഷ്ടപ്പാടാണ്, ഒരു ലാഗാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. എന്തായാലും എനിക്ക് ഇതൊരു ചീത്ത ഫീച്ചറായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാ വണ്ടിയിലും നമ്മൾ കാണുന്ന പോലത്തെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരു AC-യുടെ വിൻഡോ, ഡാഷ്ബോർഡിൻ്റെ സ്വിച്ച്, പിന്നെ ഇവിടുത്തെ AC-യുടെ വിൻഡോ, പിന്നെ ലൈറ്റിൻ്റെ വൈപ്പറിൻ്റെയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇങ്ങനത്തെ സെറ്റപ്പ് എവിടെ ഉള്ളത്. ഈ വക സാധനങ്ങളൊക്കെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഹാൻഡ് ബ്രേക്ക് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഈ വണ്ടിയുടെ അകത്തുനിന്ന് നമുക്ക് പറയാനുള്ളൂ. ബാക്കിൽ നിന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബാക്കിൽ ഹെഡ് റെസ്റ്റ് സീറ്റുകൾക്ക് അവർ കൊടുത്തിട്ടില്ല, ബേസ് മോഡൽ ആയതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളെ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് എനിക്കറിയത്തുള്ളൂ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ബൈ.